സ്കൂൾ അടച്ചിട്ടും നീ എന്താ ഈ പുസ്തകവുമായി? എങ്ങോട്ടായിരിക്കും? നീ ഒന്ന് ഊഹിച്ചു പറഞ്ഞേ. ട്യൂഷനാണോ? ഇന്ന് പുസ്തകവുമായി ഇറങ്ങിയപ്പോൾ എന്നോട് കുറെ പേര് ചോദ്യം ചോദിച്ചു. അത് പിന്നെ ഇപ്പൊ അവധിക്കാലമായാലും കുട്ടികൾക്ക് പഠിപ്പല്ലേ, ട്യൂഷൻ വെക്കേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അതാ എല്ലാവരും അങ്ങനെ ചോദിച്ചത്. എന്നാ ഞാൻ ട്യൂഷനൊന്നുമല്ല പോയത്, പിന്നെ ടീച്ചറിന്റെ വീട്ടിൽ ഒരു സംശയം തീർക്കാൻ പോയതാ. എന്ത് സംശയം? ഇന്നലെ ഞാനൊരു പുസ്തകം വായിച്ചപ്പോ അതിൽ പര്യായം എന്നൊരു വാക്ക് കണ്ടു. അതെന്താണെന്ന് അറിയാൻ പോയതാ. എന്നിട്ട് പറഞ്ഞു തന്നോ? പര്യായം എന്താണെന്നും കുറെ പര്യായങ്ങളും പറഞ്ഞു തന്നു. എന്നിട്ട് എന്താ ഈ പര്യായം? ഒരു വസ്തുവിന്റെ പല പല പേരുകളാണ് പര്യായങ്ങൾ. ഒരേ അർത്ഥമുള്ള പല പല വാക്കുകളെ നമ്മൾ പര്യായങ്ങൾ എന്ന് പറയാറുണ്ട്. അയ്യോ, എനിക്കൊന്നും മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ നേരം പുഴയിൽ പോയില്ലേ? ഈ പുഴയ്ക്ക് വേറെയും വാക്കുകൾ മലയാളത്തിലുണ്ട്. അവയാണ് പര്യായങ്ങൾ. ഇപ്പൊ മനസ്സിലായി. ഇനി നമുക്ക് തുള്ളി വരുമ്പോ പര്യായങ്ങളെ കുറിച്ച് ചോദിക്കാം. തുള്ളിക്ക് അതൊക്കെ അറിയുമായിരിക്കും. തുള്ളിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഹായ് തുള്ളി. തുള്ളിക്ക് 100 ആയുസാ. അയ്യോ, എനിക്കത് പോരാ. ചങ്ങാതിമാരുള്ളിടത്തോളം ആയുസ് വേണം. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. നീ എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. എനിക്കത് മതി. ഞങ്ങളിപ്പോ നിന്നെ അന്വേഷിച്ചത് വേറൊരു കാര്യത്തിനാ. അതെന്താ? മിന്നു പറയും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. തുള്ളിക്ക് അതൊക്കെ അറിയുമെന്നേ. എന്താ മിന്നു, കാര്യം പറയൂ. ഒന്നുമില്ല തുള്ളി. എന്നാ ഞാൻ തന്നെ പറയട്ടെ. പര്യായം എന്താണെന്നല്ലേ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാനിരുന്നത്? കണ്ടോ, തുള്ളിക്ക് അതൊക്കെ അറിയാം. ഞാനെല്ലാം മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആഹാ, എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പുഴയുടെ പര്യായങ്ങൾ എന്തൊക്കെയാ മിന്നു? അതെ, പിന്നെ അല്ല നീയല്ലേ എല്ലാം പഠിച്ചു വന്നിരിക്കുന്നത്. നീ തന്നെ പറയട്ടെ. ശരി, ഞാൻ പറയാം. പുഴയുടെ പര്യായങ്ങളാണ് നദി, അരുവി, ആറ് തുടങ്ങിയവ. താങ്ക് യു തുള്ളി. എന്നാ ഞാനിനി ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ തോണിയിലല്ലേ പുഴയിൽ പോയത്? അപ്പോ തോണിയുടെ പര്യായങ്ങൾ എന്തൊക്കെയാ? അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് തുള്ളിപ്പാടാം. ഓഹോ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ ആള് സ്മാർട്ട് അല്ലേ? പിന്നല്ലേ. എന്നാൽ ഇപ്പൊ തുള്ളിപ്പാടും. ഇന്നത്തെ തുള്ളിപ്പാടത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാ? കീ. എങ്ങനെ എഴുതാ നോക്കാം. ആദ്യം ഖ എഴുതണം. എന്നിട്ട് കീ പോലത്തെ ചിഹ്നം ഇടും മുൻപ് ദാ ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ട് ചേർക്കുക. ദാ ഇങ്ങനെ. ഇനി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതാണ് കീ. ഇത് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ കുറവാണ്. എങ്കിലും ചില വാക്കുകൾക്കിടയിൽ കീ കയറി വരുന്നു. അത്തരം വാക്കുകൾ കാണുമ്പോൾ ചങ്ങാതിമാർ ശ്രദ്ധിക്കണേ. തുള്ളി. അപ്പോൾ ഇനി തോണിയുടെ പര്യായങ്ങൾ പറയാം. ശരി. വഞ്ചി, നൗക, ഇതൊക്കെയാണ് തോണിയുടെ പര്യായങ്ങൾ. അത് കൊള്ളാം. വഞ്ചി, നൗക, ഇതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നതാ. മിയ, ഇങ്ങനെ അവധിക്കാലത്തും സംശയങ്ങൾ തീർക്കുന്നതും അറിവ് കണ്ടെത്തുന്നതും ഒക്കെ വളരെ നല്ല കാര്യാട്ടോ. ഏതായാലും പര്യായങ്ങൾ എന്താണെന്ന് ഇപ്പൊ രണ്ടുപേർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും എനിക്കൊരു സംശയം. എന്താ? ഈ ആറ് എന്ന് പറഞ്ഞാൽ പുഴയല്ലേ? അതേലോ. അപ്പോ പുഴയിലൂടെ പോകുന്ന വഞ്ചിയാണോ ആറ്റുവഞ്ചി? ആറ്റുവഞ്ചിയോ? മിന്നുവിനിപ്പോൾ ഈ പേര് എവിടെ നിന്ന് കിട്ടി? അത് ഇന്നലെ പറന്നു പോകുമ്പോ കുറേ കുട്ടികൾ പറഞ്ഞു കേട്ടതാ. എന്നാലേ ആറ്റിലൂടെ പോകുന്ന വഞ്ചി അല്ല ആറ്റുവഞ്ചി, അതൊരു മരമാണ്. മരമോ? അതെ, പുഴവക്കത്ത് കാണപ്പെടുന്ന മഞ്ഞ പൂക്കളുള്ള മരമാണ് ആറ്റുവഞ്ചി. പിന്നെ എന്താ ആ മരത്തിന് ആറ്റുവഞ്ചി എന്ന് പറയാൻ കാരണം? ആറ്റിന്റെ വക്കത്തെ ആറ്റുവഞ്ചി വളരും. അതിന്റെ വളർച്ചയ്ക്ക് വെള്ളം അത്യാവശ്യമാണ്.
അതുകൊണ്ടാണ് ഈ മരത്തിന് ആറ്റുവഞ്ചി എന്ന് പറയണത്. പക്ഷേ ആറ്റുവഞ്ചി ഒരു മരത്തിന്റെ പേരാണെന്ന കാര്യം നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല. ശരിയാ, ഞാനും മിന്നു പറഞ്ഞതുപോലെ ആറ്റുവഞ്ചി പുഴയിലൂടെ പോകുന്ന തോണിയാണെന്നാ കരുതിയത്. അപ്പൊ ഞാൻ ചോദിച്ചത് നന്നായല്ലേ? അതെ, അതുകൊണ്ട് നമുക്കും നമ്മുടെ ചങ്ങാതിമാർക്കും ആറ്റുവഞ്ചി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഈ ആറ്റുവഞ്ചിക്ക് പല പ്രത്യേകതകളുമുണ്ട്. അതേതൊക്കെയാ? ആറ്റുവഞ്ചി ഔഷധ ഗുണമുള്ള മരമാണ്. അതിന്റെ പൂവും കായും ഒക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ പൂവിനും കായ്ക്കും ഒക്കെ നല്ല മണാണേ. അവയ്ക്ക് ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ഒക്കെ കെട്ടിക്കാനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്. എന്നാൽ എന്നെ പേടി വരുമ്പോൾ ഞാൻ ഈ ആറ്റുവഞ്ചിയുടെ പൂവെടുത്ത് കൈവയ്ക്കും. അതിന് ആറ്റുവഞ്ചി പൂ എവിടെ കിട്ടും? പുഴയോരങ്ങളിലാ ആറ്റുവഞ്ചി ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ പുഴയിലൊന്നും വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ആറ്റുവഞ്ചി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇനി പുഴക്കരയെ ചെല്ലുമ്പോൾ ചങ്ങാതിമാർ അവിടെ മഞ്ഞപ്പൂക്കളുള്ള ആറ്റുവഞ്ചി മരം ഉണ്ടോന്ന് നോക്കണേ. ഞാൻ എന്തായാലും നോക്കും. ഞാനും. ഈ ആറ്റുവഞ്ചിക്ക് മറ്റൊരു പേരുണ്ട്. അതെന്താ? തുള്ളി. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെ കുറേ വാക്കുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭാഷ വളരുന്നത്. നമ്മുടെ ഭാഷ വളർന്നാൽ നമുക്കെല്ലാം സന്തോഷല്ലേ. തുള്ളി. ഇനി പറയൂ, എന്താ ആറ്റുവഞ്ചിയുടെ മറ്റൊരു പേര്? നീർവഞ്ചി. നീർവഞ്ചി. നീര് എന്ന് വെച്ചാൽ വെള്ളല്ലേ? അതെ, വെള്ളത്തിന്റെ പര്യായാണ് നീര്. അപ്പോ വെള്ളത്തിന്റെ കരയിലുള്ളത് കൊണ്ടല്ലേ നീർവഞ്ചി എന്ന് പറയുന്നത്? മിടുക്കി. ഇങ്ങനെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. തുള്ളി, ഇങ്ങനെ ഒരു വാക്കിന് തന്നെ കുറേ പര്യായങ്ങൾ വരുമ്പോ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെ കുറേ വാക്കുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭാഷ വളരുന്നത്. നമ്മുടെ ഭാഷ വളർന്നാൽ നമുക്കെല്ലാം സന്തോഷല്ലേ. അത് ശരിയാ. നമ്മുടെ മലയാള ഭാഷ വലിയ ഭാഷയാവട്ടെ. അതിന് ചങ്ങാതിമാരെല്ലാവരും മലയാളം പഠിക്കണം. ആ, പിന്നെ തുള്ളി, ഈ ആറ്റുവഞ്ചി പോലെ രസകരമായ പേരുള്ള വേറെ ഏതെങ്കിലും മരമുണ്ടോ? മിയ, അടയ്ക്ക പൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അടയ്ക്കെന്ന് കേട്ടിട്ടുണ്ട്. കവുങ്ങിന്റെ കായല്ലേ? കവുങ്ങിന്റെ കായ് തന്നെയാണ് അടയ്ക്ക. ഈ അടയ്ക്കയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മരമാണ് അടയ്ക്ക പൈൻ. അതെയോ? അപ്പൊ പിന്നെ അടയ്ക്ക പൈൻ എന്ത് തരം മരമാ? വലിയ മലകളിൽ കാണുന്ന നീളമുള്ള മരമാണ് അടയ്ക്ക പൈൻ. ഇതിന്റെ ഇലകളുടെ രണ്ടറ്റവും നല്ല മിനുസമുള്ളതാണ്. ചുവപ്പ് കലർന്ന ചാര നിറമാണ് അടയ്ക്ക പൈൻ തടികൾക്കുള്ളത്. പക്ഷേ ബലം ഒട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് തീപ്പെട്ടി കമ്പുകൾ നിർമ്മിക്കാനാണ് ഈ തടി ഉപയോഗിക്കുന്നത്. ഏതായാലും ഇനി തുള്ളി വാർത്തയിലേക്ക് കടക്കാം അല്ലേ. നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും തുള്ളി വാർത്തയിലേക്ക് സ്വാഗതം. ബാറ്റ്മാനെയും ബാറ്റ്മാന്റെ കഥകളും കേൾക്കാത്ത ചങ്ങാതിമാരും ഉണ്ടാവില്ല. ഇന്ന് തുള്ളി വാർത്തയിൽ പറയാനുള്ളതും ബാറ്റ്മാനെ കുറിച്ചാണ്. പക്ഷേ ഇത് കഥയിലെ ബാറ്റ്മാനെ കുറിച്ചല്ല. ബാറ്റ്മാന്റെ വേഷം കെട്ടിയ രണ്ട് മനുഷ്യരെ കുറിച്ചാണ്. ഇതിലൊരാൾ ബ്രസീലിലും മറ്റേയാൾ ചെക്കോസ്ലോവാക്യയിലുമാണ്. ബ്രസീലിലെ സാവോ പോളോ എന്ന റിട്ടയേർഡ് പോലീസുകാരനാണ് ബാറ്റ്മാൻ വേഷം കെട്ടിയ ആദ്യത്തെ ആൾ. എന്തിനാണ് വേഷം കെട്ടിയതെന്ന് കൂടി അറിയണ്ടേ? ബാറ്റ്മാൻ വേഷത്തിൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എത്തി അവരോട് ലഹരി ഉപയോഗത്തിന്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സാവോ പോളോ ചെയ്തത്. ബാറ്റ്മാനെ പോലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട നായകർ ഇത്തരം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവർ വേഗത്തിൽ കേൾക്കുമല്ലോ. അതിനു വേണ്ടിയാണ് സാവോ പോളോ ബാറ്റ്മാൻ ആയത്. ഇത്തരമൊരു നല്ല ഉദ്ദേശത്തോടെയാണ് ചെക്കോസ്ലോവാക്യയിലെ സോൾട്ടൻ കൊഹാരിയോ ബാറ്റ്മാൻ ആയത്. അദ്ദേഹത്തിന്റെ നാട്ടിലെ തെരുവുകളിലൂടെ നടന്ന് അവിടമൊക്കെ വൃത്തിയാക്കാനും റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വൃദ്ധരെ സഹായിക്കാനും ഒക്കെയാണ് സോൾട്ടൻ കൊഹാരി ബാറ്റ്മാൻ ആയത്. പിന്നെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് പോലീസിനെ അറിയിക്കാനും ഇദ്ദേഹം മടിക്കാറില്ല. ഇനിയൊരു സത്യം കൂടി മനസ്സിലാക്കിക്കോളൂ. കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഈ ബാറ്റ്മാൻ പണ്ടൊരു കൊടും കുറ്റവാളിയായിരുന്നു. പണ്ടത്തെ തെറ്റുകൾ തിരുത്താനാണ്
സോൾട്ടൻ കുഹാരി ബാറ്റ്മാൻ ആയിരിക്കുന്നത്. നാട്ടിലിറങ്ങിയിരിക്കുന്ന ഈ ബാറ്റ്മാൻ എല്ലാം നാട്ടുകാർക്ക് വലിയ സഹായമാണെന്ന കാര്യത്തിൽ സംശയമില്ല. തുള്ളി തുള്ളി വേഗം വാ, ഇപ്പൊ മഴ പെയ്യും. ഇപ്പൊ മഴ വരും, ഇവിടെ നിന്നാ മൊത്തം നനയും. എന്നാലേ നമുക്ക് ഏതെങ്കിലും മരച്ചോട്ടിലേക്ക് പോകാം. ശരി, എങ്കിലും എന്റെ കൈ പിടിച്ചോളൂ, നമുക്ക് പറന്നു പോകാം. അത് മതി. ഞാനും പറഞ്ഞു വരാം. തുള്ളിയുടെ കൂടെ ഇങ്ങനെ പറക്കാനും കളിച്ച് രസിച്ച് നടക്കാനും ഒക്കെ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മറ്റു ചങ്ങാതിമാർക്ക് വിഷമമുണ്ടാവുമല്ലേ? എങ്കിൽ നമുക്ക് അവരെയും കൂട്ടാം. അതെങ്ങനെ? ഇങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ പറക്കുന്നതൊക്കെ എല്ലാ ചങ്ങാതിമാരും കണ്ടിരിക്കല്ലേ, അപ്പൊ അവരും നമ്മുടെ കൂടെ തന്നെയല്ലേ? അത് ശരിയാ. ചങ്ങാതിമാരെ, നിങ്ങൾ എല്ലാവരും തുള്ളിക്ക് ഒരുപോലെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് മരച്ചുവട്ടിൽ ഇറങ്ങാം. ശരി. ഓടി വന്നപ്പോഴേക്കും മഴ പോയെന്ന് തോന്നുന്നു. സാരമില്ല, നമുക്കിനി ഈ മരച്ചുവട്ടിലിരുന്ന് സംസാരിക്കാം. തുള്ളി, ഇനി വേറെയും ഏതെങ്കിലും രസകരമായ പേരുള്ള മരങ്ങളുണ്ടോ? ഇനി രസമുള്ളൊരു മരമാണ് തേക്ക്. തേക്കോ? അതെല്ലാവർക്കും അറിയുന്ന മരമല്ലേ? ഇതിലെന്താ ഇത്ര രസം? ഞാൻ പറഞ്ഞ തേക്കേ ആറ്റു തേക്കാണ്. ആറ്റു തേക്കോ? അതെ, ആറ്റിന്റെ വക്കത്ത് വളരുന്ന ഒരു തരം തേക്കാണിത്. പക്ഷേ തേക്ക് പോലെ ഉറപ്പുള്ള മരമൊന്നും അല്ല ഇത്. അപ്പൊ നമുക്ക് വലിയ ഗുണമൊന്നും ഇല്ലല്ലേ? അങ്ങനെ പറയരുത് ടോമിയ. എല്ലാ മരങ്ങളും ചെടികളും നമുക്ക് ഗുണമുള്ളതാണ്. വർഷകാലങ്ങളിൽ ആറ്റുതേക്ക് പൂക്കുമ്പോ കാണാൻ നല്ല ഭംഗിയാ. ഹായ്, അപ്പോൾ കാണാൻ നല്ല രസായിരിക്കും അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഓരോ മരങ്ങൾക്കും ചെടികൾക്കും ഓരോ ഗുണങ്ങളാണുള്ളത്. മരങ്ങളെല്ലാം നാം സ്നേഹിക്കണ്ടേ? ശരി, എന്നാലിനെ തുള്ളി വരലേക്ക് കിടക്കാല്ലേ? ചങ്ങാതിമാരെ, തുള്ളി വരയ്ക്ക് തയ്യാറായോ? ഇന്ന് നമ്മൾ ഏത് ലെറ്ററാണ് വരയ്ക്കുന്നത് അറിയാലോ? ജി, സ്മോൾ ലെറ്റർ ജി. ജി എന്ന ലെറ്റർ എന്തായി മാറും? കണ്ടു തന്നെ മനസ്സിലാക്കാം. വരൂ. ജി എങ്ങനെ എഴുതാ? ഇങ്ങനൊരു വട്ടവും പിന്നെ ദേ താഴേക്ക് ഇങ്ങനെ, അല്ലേ? ഇനി നമുക്ക് ഇങ്ങനെ താഴേക്ക് വരച്ച വരയുടെ കൂടെ ഒരു വര കൂടി വരയ്ക്കാം. ഇപ്പൊ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഇനി രണ്ട് വശത്തും രണ്ട് കൈകൾ, ഇങ്ങനെ ഇങ്ങനെ. ഇനി കാലുകൾ വരച്ചാലോ? കാലുകൾ ഇങ്ങനെ വരച്ചാൽ ഇനി ആദ്യത്തെ വട്ടത്തിന്റെ ഇരുവശത്തും ഓരോ ചെവികൾ കൂടി വരയ്ക്കാം. ചെവി വരച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണ്, മൂക്ക്, വായ. ഇത്രയും വരച്ചാൽ ഒരു കരടിക്കുട്ടൻ, ടെഡി ബെയർ അല്ലേ? ടെഡി ബെയർ എങ്ങനെയാ വരയ്ക്കുക? ഒന്നുകൂടി കാണണോ? ജി എങ്ങനെ എഴുതാ? ഇങ്ങനൊരു വട്ടവും പിന്നെ ദേ താഴേക്ക് ഇങ്ങനെ, അല്ലേ? ഇനി നമുക്ക് ഇങ്ങനെ താഴേക്ക് വരച്ച വരയുടെ കൂടെ ഒരു വര കൂടി വരയ്ക്കാം. ഇപ്പൊ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഇനി രണ്ട് വശത്തും രണ്ട് കൈകൾ, ഇങ്ങനെ ഇങ്ങനെ. ഇനി കാലുകൾ വരച്ചാലോ? കാലുകൾ ഇങ്ങനെ വരച്ചാൽ ഇനി ആദ്യത്തെ വട്ടത്തിന്റെ ഇരുവശത്തും ഓരോ ചെവികൾ കൂടി വരയ്ക്കാം. ചെവി വരച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണ്, മൂക്ക്, വായ. ഇത്രയും വരച്ചാൽ ഒരു കരടിക്കുട്ടൻ, ടെഡി ബെയർ അല്ലേ? തുള്ളി. അടിയിലും മുകളിലും ഇലയുള്ള കായ്ക്ക് കുരുവില്ല, കണ്ണില്ല. തുള്ളി. ഇനി കടങ്കഥയിലേക്ക് കടക്കാമല്ലേ? അതെ,
അശ്വിനി, അശ്വിനിയുടെ ഒരു നല്ല ചങ്ങാതിയാണ് വിളിക്കുന്നത്. തുള്ളി. ചങ്ങാതി എന്ന് പറയുമ്പോ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവും അല്ലേ? അപ്പൊ തുള്ളി എന്തിനാ വിളിച്ചത്? അതെയോ, തയ്യാറായിരിക്കണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അത് പറയൂ ആദ്യം. നല്ല വിശേഷല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അതെയോ, എന്നും കാണാറുണ്ട്. എന്തൊക്കെയാ തുള്ളിയിൽ ഏറ്റവും ഇഷ്ടം? തുള്ളിക്കടങ്കരയും തുള്ളി വരെ. ആഹാ, വരച്ചു നോക്കാറുണ്ടോ? അതല്ലേ, ശരി ശരി. അപ്പൊ ഇനി ചോദ്യം ചോദിക്കട്ടെ. അടിയിലും മുകളിലും ഇലയുള്ള കായ്ക്ക് കുരുവില്ല, കണ്ണില്ല. ഒരു പഴമാണ്. ആ, തലയിൽ ഇങ്ങനെ കിരീടമൊക്കെ വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ആരാ? ഒന്ന് ഓർത്ത് നോക്കി. ഇല പോലെ. മാമ്പഴത്തിൽ എവിടെയാ തലയിൽ കിരീടം? അശ്വിനി, കൈതച്ചക്കയാണ്. ആ സാരമില്ല, പോട്ടെ. കൈതച്ചക്കാന്ന് ഇപ്പൊ തുള്ളി പറഞ്ഞു, സാരില്ല. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടിയിന്ന് മേലോട്ടൊരു കുഴി, മേലേന്ന് അടിയിലേക്കും ഒരു കുഴി, അകത്ത് അരി പുറത്ത് ചോപ്പ്. ആപ്പിള്, ശരി ഉത്തരം. അപ്പൊ ഒരു സ്റ്റാർ കിട്ടി. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടിയിൽ നിന്ന് നോക്കിയാൽ എല്ലാം കാണാം, മുകളിൽ നിന്ന് നോക്കിയാൽ തോല് മാത്രം കാണാം. മുകളിൽ നിന്ന് നോക്കിയാൽ തോല് മാത്രം കാണാം. മഴയൊക്കെ വരുമ്പോഴാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ ആവശ്യം വരിക. കുടാ, ശരി ഉത്തരം. അപ്പൊ 3 ചോദ്യം ചോദിച്ചു, അതിൽ 2 സ്റ്റാർ കിട്ടി. 2 സ്റ്റാർ കിട്ടിയാലും സാരമില്ല, തുള്ളിയിൽ നിന്നൊരു സമ്മാനം തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ആ, തുള്ളി എന്നും കാണണം, തുള്ളിയിലേക്ക് കത്തുകൾ അയക്കണം, ചെയ്യില്ലേ? ശരി, അപ്പൊ ഇപ്പൊ പോട്ടെ തുള്ളി. വീണ്ടും വരാട്ടോ. ടാറ്റാ. തുള്ളി. ആദ്യത്തെ കത്തയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ശ്രീഹരിയാണ്. കത്ത് വായിക്കുകയാണേ. പ്രിയപ്പെട്ട തുള്ളിക്ക്, എൻ്റെ പേര് ശ്രീഹരി എന്നാണ്. ഞാൻ എല്ലാ ദിവസവും തുള്ളി കാണാറുണ്ട്. സ്കൂൾ വിട്ട് വന്നാലുടൻ ഞാൻ ടിവിയുടെ മുൻപിലെത്തും. തുള്ളി വരയിൽ തുള്ളി വരച്ചു നോക്കുന്ന എല്ലാ ചിത്രങ്ങളും ഞാൻ വരച്ചു നോക്കാറുമുണ്ട് എന്ന് ശ്രീഹരി. ശ്രീഹരി ഒരു ചിത്രം കൂടി വരച്ചയച്ചിട്ടുണ്ട്. ചക്കരത്തുള്ളി, അറിവിന്റെ രസക്കൂട്ട്. തുള്ളിയുടെ ഒരു പടമുണ്ട്. ഇനി തുള്ളിയെയും മിയയെയും മിന്നുവിനെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് തുള്ളിയുടെ കൂട്ടുകാരനായ മുർഷിദ് അയച്ച കത്താണ്. തുള്ളി കാണിക്കുന്ന മായാജാല കാഴ്ചകളെല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എന്നും തുള്ളി വരാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്താണിത്. തുള്ളി. മിയ, നമ്മളിന്ന് ഏതൊക്കെ മരങ്ങളെ കുറിച്ചാ പറഞ്ഞത്? ആറ്റുവഞ്ചി, അടയ്ക്കാപ്പായ്, പിന്നെ ആറ്റുതേക്ക്, പിന്നെ കുറെ പര്യായങ്ങളും പറഞ്ഞു. എന്നിട്ട് പര്യായം എന്താന്ന് രണ്ടാൾക്ക് മനസ്സിലായോ? മനസ്സിലായി, എന്നാലും ഒരു സംശയം കൂടിയുണ്ട്. തീർന്നില്ലേ മിന്നിന്റെ സംശയങ്ങള്? ശരി, പറയൂ. തുള്ളിയുടെ പര്യായം എന്താ? തുള്ളി എന്ന വാക്കിന്റെ പര്യായമോ? നിങ്ങൾ തന്നെ പറയൂ. തുള്ളി എന്ന വാക്കിന്റെ പര്യായം ഏറ്റവും നല്ല ചങ്ങാതി. ഞാൻ എന്നെന്നും എല്ലാ ചങ്ങാതിമാരുടെയും ചങ്ങാതിയായിരിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാം. ആ പാടാം. അതിനു മുമ്പ് കൂട്ടുകാരോട് ബൈ പറയണ്ടേ? പിന്നെ വേണ്ടേ? ചങ്ങാതിമാരെ, നാളെ കാണാട്ടോ. ബൈ.